പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തില്, വിശുദ്ധ അഗസ്തീനോസിന്റെ സജീവമായ സാന്നിധ്യത്തില്, തിരുക്കുടുംബത്തിന്റെ ശക്തമായ മധ്യസ്ഥ സാന്നിധ്യത്തില് ഇന്ന് അവേനിലായിരിക്കുവാൻ അങ്ങേ മക്കളായി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രത്യേക നിയോഗങ്ങള്, ആവശ്യങ്ങള് എല്ലാത്തിനു മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നൊവേനയുടെ 8ാം ദിനത്തില് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇത് ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുമ്പോൾ പൊതുവായ നിയോഗം, പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന മക്കള്, ശാരീരിക രോഗങ്ങള്, മാനസികമായ രോഗങ്ങള്, ആത്മീയമായ രോഗങ്ങള്, ചില മക്കള് ഡിപ്രഷനിൽപ്പെട്ട് മരുന്ന് കഴിക്കുന്ന മക്കള്, ഭയപ്പെട്ടിരിക്കുന്ന മക്കള്, ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന മക്കള്, അതൊക്കെ ആത്മീയമായ രോഗമാണ്. ഉത്കണ്ഠ, ഭയം, കർത്താവിന്റെ സാന്നിധ്യ ശക്തി അനുഭവിക്കാൻ പറ്റാത്ത വിധം ഭയന്നിരിക്കുന്ന മക്കള്, ശാരീരികമായ പല രോഗങ്ങള്, മാരക രോഗങ്ങള്, ഓപ്പറേഷൻ വിധേയപ്പെട്ടിരിക്കുന്ന മക്കള്, പല പല രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ അവസ്ഥകളും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കള്, അങ്ങ് ദാനമായി ഞങ്ങൾക്ക് നൽകിയ മക്കള് ആരോഗ്യത്തില്, സന്തോഷത്തില്, ആത്മീയമായും മാനസികമായും ശാരീരികമായും സൗഖ്യം അനുഭവിക്കണം. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും 8ാം ദിനത്തില് ദിവ്യകാല സന്നദ്ധിയില് മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മധ്യസ്ഥതയില് ഇന്ന് അവേനയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും അമ്മയുടെ കണ്ണുനീരിന്റെ പുത്രനായ വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ അങ്ങേ മക്കളായ ഞങ്ങളെ ഈ നൊവേനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ നിയോഗങ്ങളോടെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി വർഷങ്ങളുടെ വിശുദ്ധീകരണത്തിലൂടെ ആ കുടുംബത്തെയും പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്തീനെയും വിശുദ്ധിയിലേക്ക് ഉയർത്തി വിശുദ്ധരാക്കിയ കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വിശുദ്ധീകരിച്ച് വിശുദ്ധരാക്കണമേ. പ്രത്യേകമാവിധം ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങള്, വേദനകള്, സങ്കടങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ ജീവിതത്തില് ഇടപെടണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട മധ്യസ്ഥയായ വിശുദ്ധ മോനിക്കായെ അങ്ങ് ഒരിക്കൽ ധൂർത്തനായ ഒരു മകന്റെ ദുഃഖിതയായ അമ്മയായിരുന്നു. പ്രാർത്ഥനയോടുള്ള അങ്ങയുടെ വിശ്വസ്തത അങ്ങയെയും അങ്ങയുടെ മകനെയും ദൈവത്തോട് വളരെ അടുപ്പിച്ചു. അങ്ങ് ഇപ്പോൾ നിത്യതയിൽ അവനോടൊപ്പമുണ്ട്. അങ്ങയുടെ മാധ്യസ്ഥതയാലും ദൈവകൃപയാലും അങ്ങയുടെ മകൻ അഗസ്റ്റിൻ സഭയുടെ മഹത്തായ ഒരു വിശുദ്ധനായി. അങ്ങയുടെ മകനു വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച അതേ തീക്ഷ്ണതയോടെയും സ്ഥിരോത്സാഹത്തോടെയും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായ വിധത്തില് ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, പ്രത്യേകിച്ച് പൊതുവായ ഇന്നത്തെ നിയോഗം, രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ മക്കളെ ഓരോരുത്തരെയും എല്ലാ നിയോഗങ്ങളോടെ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ വിശുദ്ധ മോനിക്കായെ, അങ്ങയുടെ ആവശ്യങ്ങളും ഉത്കണ്ഠകളും വേദനകളും എല്ലാ അവസ്ഥകളും ദൈവത്തിന്റെ അനന്ത പരിപാലനയിലേക്കും കരുണയിലേക്കും വലിയ വിശ്വാസത്തോടും ശരണത്തോടും കൂടെ അങ്ങ് പരമേൽപ്പിച്ചു. ഞങ്ങളുടെയും
വലിയ ദുഃഖങ്ങളും വേദനകളും എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ മാധ്യസ്ഥതയിൽ ദൈവ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ പോലെ ദൈവത്തിന്റെ നന്മയിലും കാരുണ്യത്തിലും ഇത്ര ആഴമേറിയ വിശ്വാസത്തിൽ ഞങ്ങളും സ്ഥിരോത്സാഹത്തോടെ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ മകൻ അഗസ്തീനോസിനെ പോലെയും അങ്ങയുടെ ഭർത്താവ് പെട്രീഷ്യസിനെ പോലെയും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും വലിയ മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വിശുദ്ധരായി തീരട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരട്ടെ. ദൈവത്തിന്റെ ശക്തിയാൽ സൗഖ്യവും സന്തോഷവും അനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദിവികാനുസരണയിൽ സമർപ്പിച്ചുകൊണ്ട് മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ രോഗങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ രോഗങ്ങള്, മാനസികമായ രോഗങ്ങള്, ചികിത്സയിലായിരിക്കുന്ന മക്കള്, രോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റാത്ത വിധം എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, മാനസിക രോഗ ആശുപത്രിയിൽ കഴിയുന്ന മക്കള്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് സൗഖ്യദാതാവാണ്. സൗഖ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെറുമോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയില് ഞങ്ങളുടെ മക്കളുടെ എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് മധ്യസ്ഥം യാചിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. ഒത്തിരി രോഗാവസ്ഥയിൽ നിരാശപ്പെട്ട് കഴിയുന്ന മക്കള്, മാരക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന മക്കള്, ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ വേദനിക്കുന്ന മക്കള്, മക്കൾ രോഗത്തെ ഓർത്ത് ഒത്തിരി കരയുന്ന മക്കള്, മരണാസന്നരായി കഴിയുന്ന രോഗത്തിലായിരിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ എല്ലാ രോഗങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിർവീര്യമായി പോകട്ടെ. ജീവന്റെ സമൃദ്ധി നൽകുന്ന കർത്താവേ, അനേക രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവേ, മരിച്ചവരെ പോലും ഉയർപ്പിച്ച കർത്താവേ, വിശുദ്ധ പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ മക്കളുടെ സൗഖ്യത്തിനു വേണ്ടി, പരിപൂർണമായ വിമോചനത്തിനു വേണ്ടി, ശാരീരികവും മാനസികവും ആത്മീയവുമായ വലിയ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. മക്കളുടെ എല്ലാ രോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ശരീരത്തിന് നമ്മുടെ മക്കൾക്ക് വലിയ സൗഖ്യം ലഭിക്കട്ടെ, ആരോഗ്യം ലഭിക്കട്ടെ, മനസ്സിന് സൗഖ്യം ലഭിക്കട്ടെ, ആരോഗ്യം ലഭിക്കട്ടെ, ആത്മാവിന് വലിയ പ്രത്യാശയുടെ വലിയ വിശ്വാസത്തിന്റെ കരുത്ത് നൽകി നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനെല്ലാം വേണ്ടി മോണിക്ക പുണ്യവതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെ മധ്യസ്ഥതയില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. മകനിടറി വീഴുമ്പോൾ പിടഞ്ഞെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ കൈത്താങ്ങായി സഞ്ചരിച്ച നല്ല അമ്മയായ വിശുദ്ധ മോണിക്കായെ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും മധ്യസ്ഥയും സഹായവുമായിരിക്കണമേ. ലോകത്തിലെ മുഴുവൻ മാതാപിതാക്കൾക്കും വേണ്ടി പരിശുദ്ധ അമ്മയോട് അങ്ങ് മധ്യസ്ഥം അപേക്ഷിക്കണമേ. കുടുംബത്തിലെ എല്ലാ ഭിന്നതകളും, ജീവനെതിരായ എല്ലാ പ്രവൃത്തികളും, സ്നേഹരാഹിത്യവും, പ്രാർത്ഥനാക്കുറവും, വെറുപ്പും, വിദ്വേഷവും, വൈരാഗ്യവും, കലഹങ്ങളും അങ്ങയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. മക്കളുടെ
നല്ല ജീവിതം സ്വപ്നം കാണാനും അതിനൊപ്പം അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച് നിരന്തരം പ്രാർത്ഥിക്കുവാനും അമ്മയുടെ മാതൃക അനേകർക്ക് പ്രചോദനമേകട്ടെ. നല്ല അമ്മയെ, ഞങ്ങളെ അമ്മയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ രൂപയിലൂടെ ഞങ്ങൾ നയിക്കപ്പെടട്ടെ. അങ്ങയുടെ വിശ്വാസം, അമ്മയുടെ സ്ഥിരോത്സാഹം ഞങ്ങൾക്ക് ശക്തിയായി മാറട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യാനുസന്നതിയില് നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു രോഗങ്ങളോ ശാരീരികമോ മാനസികമായ അവസ്ഥയിൽ കടന്നു വരാതെ ഏതവസ്ഥയിലും ആരോഗ്യമുള്ള ശരീരത്തോടെ, ആരോഗ്യമുള്ള മനസ്സോടെ, ആരോഗ്യമുള്ള ആത്മാവോടെ നമ്മുടെ മക്കൾ ജീവിക്കണം, പഠിക്കണം, മുന്നോട്ട് പോകണം. അതിനുവേണ്ട എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഈശോയെ ദിവ്യകാരുണ്യ സന്നദ്ധിയില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഈശോയെ. ഞങ്ങളുടെ മക്കളെ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ട് അനേക മക്കളെ അങ്ങ് സുഖപ്പെടുത്തിയില്ലേ. കാനാൻകാരിയുടെ കരച്ചിൽ കേട്ട് ആ മകളെ സുഖപ്പെടുത്തി. അപ്പന്റെ പ്രാർത്ഥന കേട്ട് അപസ്മാര രോഗിയെ അങ്ങ് സുഖപ്പെടുത്തി. കർത്താവേ, അനേക മക്കളെ മാതാപിതാക്കളുടെ യാചന സ്വീകരിച്ച് അങ്ങ് സുഖപ്പെടുത്തിയില്ലേ. ചോദിക്കാതെ തന്നെ അനേക മക്കളെ അങ്ങ് സുഖപ്പെടുത്തിയില്ലേ. യാചിച്ച എല്ലാ മക്കളെയും അങ്ങ് സുഖപ്പെടുത്തിയില്ലേ. മോനിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയില്, വിശുദ്ധ അഗസ്തീനോസിന്റെ മധ്യസ്ഥതയില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ സൗഖ്യത്തിന്റെ മേൽ അങ്ങ് ഇടപെട്ട് സൗഖ്യം നൽകണമേ, അനുഗ്രഹിക്കണമേ. വ്യക്തിപരമായ മക്കളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഈ ആശീർവാദ സമയത്ത് ദിവ്യ കാരുണ്യത്തിൽ നിന്ന് സൗഖ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളുടെ ശരീരങ്ങളിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് പ്രവഹിക്കപ്പെടട്ടെ. ആ രക്തസാമ്പാച്ച സ്ത്രീ അങ്ങയെ തൊട്ടപ്പോ അങ്ങയിൽ നിന്ന് പ്രവഹിച്ച ആ വലിയ ശക്തി ഇപ്പോൾ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന മക്കളുടെ കരങ്ങളിലൂടെ ഇവരിലേക്കും ഇവരുടെ മക്കളിലേക്കും കുടുംബത്തിലേക്കും പ്രവഹിക്കട്ടെ. അതിനായി കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തുതിച്ച് ആ ശക്തി സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയിൽ ശക്തി പുറപ്പെട്ട് അനേക രോഗികൾ സുഖമാക്കപ്പെടട്ടെ. ആ വലിയ അഭിഷേകം അനുഭവിക്കാൻ അനേകർക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. സമാധാനവും സന്തോഷവും സൗഖ്യവും എല്ലാ മക്കളും അനുഭവിക്കാനിടയാവുകയും ചെയ്യട്ടെ. ആമേൻ.